അടുത്ത വർഷം ഇതേ സമയം ആകുമ്പോഴേക്കും, അതായത് 2026 ഡിസംബർ ആകുമ്പോഴേക്കും 100% ഒരു സർക്കാർ ജോലി കിട്ടും എന്നുള്ള ഒരു ഉറപ്പിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതുപോലെ തന്നെ ഈ വന്നിരിക്കുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മുന്നിൽ കാണുന്ന 2026 എഴുതാൻ പോകുന്ന ഒരു തസ്തിക, അതെന്തായാലും നേടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം. ഇത് ജസ്റ്റ് മുഴുവനായിട്ടൊന്ന് കേട്ട് നോക്കുക. ഇതൊരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടമായിട്ട് തോന്നത്തില്ല. ഒരു PSC പരീക്ഷ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ, വീഡിയോകളിലൊക്കെ പറയുന്ന പോലെ അത്രയും എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിനുവേണ്ടി നല്ല രീതിയിൽ നമ്മൾ എഫേർട്ട് ഇടണം. നല്ല രീതിയിൽ ശ്രമിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ എക്സാം ക്രാക്ക് ചെയ്ത് ജോലി കിട്ടുന്ന ആ ഒരു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുള്ളൂ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. അതിൽ തന്നെ ഈ ലക്ഷങ്ങളാണ് ജോലി കിട്ടാതെ പുറത്ത് പോകുന്നത്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും ഏറ്റവും പുറകിലായി പോയി റാങ്ക് എന്നുള്ളത് കൊണ്ട് വലിയൊരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ പുറത്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോയിന്റ് മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസത്തിലും 1-2 മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസത്തിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോകുന്ന വലിയൊരു വിഭാഗം ഉദ്യോഗാർത്ഥികളുണ്ട്. ഇവരൊക്കെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിച്ചിട്ടും ജോലി കിട്ടാതെ പോകുന്ന ഒരു വിഭാഗമാണ്. ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാതെ ജോലി കിട്ടുന്ന, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ഉയർന്ന റാങ്ക് കിട്ടി ജോലി കിട്ടുന്ന ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടണമെങ്കിൽ നമ്മൾ കുറച്ച് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ കാര്യം നടക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ വീഡിയോയിൽ ബാക്കി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് കേട്ട് ഇതനുസരിച്ച് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു, അടുത്ത വർഷം ഇതേ സമയം, അതായത് 2026 ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും 100% ഈ വരുന്ന കമ്പനി ബോർഡ് LGS ഉൾപ്പെടുന്ന പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള, അല്ലെങ്കിൽ സാധിച്ച് ആ ഒരു ഉറപ്പിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ള ഉറപ്പിൽ എത്തിച്ചേരാൻ സാധിക്കും. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൊട്ട്, ഇന്ന് ഈ വീഡിയോ കാണുന്ന ഈ ഒരു നിമിഷം തൊട്ട്, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ 2026 ജനുവരിയിലായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ 2025 ഡിസംബറിലായിരിക്കും, കുറച്ച് വൈകിയൊക്കെ ആകാം. എന്നാണെങ്കിലും ഇപ്പോൾ തൊട്ട് ഈ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. എക്സാം വരെ ഡെയിലി ഒരു ദിവസം പോലും ഗ്യാപ്പ് വരാതെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എഫേർട്ട് ഇട്ട് പഠിച്ച് ഈ ഒരു എക്സാം ഞാൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി മാക്സിമം എൻ്റെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഇടും എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് ജോലി കിട്ടുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. ആത്മാർത്ഥമായിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പഠനവും അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിവിഷനും എക്സാം ക്രാക്ക് ചെയ്യുന്നതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ജസ്റ്റ് ഒന്ന് നോക്കാം, നല്ല രീതിയിൽ നിയമനം നടക്കുന്ന, ഏകദേശം 3000-ഓളം നിയമനം നടക്കുന്ന ഒരു തസ്തികയല്ലേ, ഒന്ന് ശ്രമിച്ച് നോക്കാം, എങ്ങനെ കിട്ടിയാലോ എന്നുള്ള രീതിയിൽ ഒരു തണുപ്പം മട്ടിലാണ് പഠിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അവസാനം ചെന്ന് ചേരാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ റാങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും പുറകിലോ, അല്ലെങ്കിൽ 1-2 മാർക്കിനൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോകുന്ന ആ ഒരു വിഭാഗത്തിലോ ഒക്കെ ആയിരിക്കും. അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ട്രോമയായിരിക്കും ഒരുപക്ഷെ ഈ വർഷത്തിൻ്റെ അവസാനം, അടുത്ത വർഷത്തിൻ്റെ അവസാനം നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. എനിക്ക് കുറച്ചുകൂടെ പഠിച്ചിരുന്നേ കിട്ടിയേനെ, അല്ലെങ്കിൽ ഞാൻ പുറകിലായി പോയല്ലോ, എൻ്റെ നിർഭാഗ്യമാണല്ലോ, അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളും ഒരു ഡിപ്രഷനും ഒക്കെ ആയിരിക്കും, എൻ്റെ സമയവും പോയല്ലോ എന്നൊക്കെയുള്ള ഒരു ലെവലിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത്. അതുണ്ടാവരുത്. ജോലി കിട്ടണം. അതിനുവേണ്ടി ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്താണ്? ആത്മാർത്ഥമായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിച്ച് കറക്റ്റായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന മാർക്കും റാങ്കും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആരൊക്കെ എവിടെയൊക്കെ ജോലി മേടിച്ചെന്ന് പറഞ്ഞാലും നമുക്കൊരു വേക്കൻസി അവിടെ ഉണ്ടാകും. ഉയർന്ന റാങ്ക് നമുക്കുണ്ട്, 100% നമുക്ക് ജോലി കിട്ടും എന്നുള്ള ഉറപ്പിൽ, ആ ഒരു കോൺഫിഡൻസിൽ എത്തിച്ചേരാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, ഞാൻ വീണ്ടും പറയുന്നു, ആത്മാർത്ഥമായിട്ട് എക്സാം വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് റിവിഷൻ ചെയ്തു പോവുക. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ആദ്യമേ തന്നെ, ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് മനസ്സിലങ്ങ് ഉറപ്പിച്ചോളുക. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഈ പരീക്ഷ നോർമലായിട്ട് ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യണമെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലും വീഡിയോ ക്ലാസ്സും ആവശ്യത്തിനനുസരിച്ച് എല്ലാം നമ്മുടെ കയ്യിൽ വേണമല്ലോ. ഇത് പലരുടെയും കയ്യിൽ ചിലപ്പം സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാകും, ചിലർക്ക് ഇതൊന്നും ഉണ്ടാകത്തില്ല. എങ്ങനെയാണ് പഠിക്കണമെന്ന് അറിയത്തില്ല, കുറച്ച് കാലമായിട്ട് പഠിച്ചു പക്ഷേ കറക്റ്റൊന്നും അല്ല, എങ്ങനെ പഠിക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെ വിവിധ ലെവലിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാകും. ഇനി ആദ്യം സ്റ്റഡി മെറ്റീരിയൽ കയ്യിലില്ലാത്തവരോട്, ഇതൊന്നും കയ്യിലില്ല, എങ്ങനെയാണ് പഠിക്കണമെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല, ഒരു കറക്റ്റ് മെത്തേഡ് ആഗ്രഹിക്കുന്നു, സപ്പോർട്ട് ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മളൊരു കംപ്ലീറ്റ് കോഴ്സ് ഈ കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഏറ്റവും പുതിയ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഈ ഒരു കോഴ്സിലെ പഠന രീതി എന്ന് പറയുന്നത് കുറച്ചായിട്ട്, ഒത്തിരി കടൽ പോലെ ആദ്യം അതിനെ ഒരുമിച്ച് നിങ്ങൾക്ക് തരാതെ കുറച്ചായിട്ട് ഓരോ ആഴ്ചയും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് വീഡിയോ ക്ലാസ് ആയിട്ടും നോട്ട്സ് ആയിട്ടും നമ്മൾ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യും. ഇത് ഒരാഴ്ച കൊണ്ട് നിങ്ങൾ പഠിച്ചു തീർത്താൽ മതി. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ വീക്ക് 1 എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് 1ാമത്തെ ആഴ്ചയിൽ നമ്മൾ നൽകിയേക്കുന്ന വീഡിയോ ക്ലാസ് നോട്ട്സും വെച്ച് ആ കണ്ടന്റ് ഒരു 5-6
6 ദിവസം കൊണ്ട് ഒന്ന് പക്കായായിട്ട് പഠിച്ചു തീർക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം 1ാമത്തെ ആഴ്ചയിലെ കണ്ടന്റുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ട്, അതൊന്ന് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം 2ാമത്തെ ആഴ്ചയിലെ കണ്ടന്റ് പഠിക്കുക. അങ്ങനെ ഓരോ ആഴ്ചയിലും കുറച്ചായിട്ട് നമ്മൾ കണ്ടന്റ് നൽകി പോകും. എല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് ഇത് മൊത്തം പഠിച്ചു എന്ന് പറയുന്ന ഒരു രീതിയല്ല. കുറച്ചായിട്ട് ആവശ്യമുള്ളത് മാത്രം, ഒത്തിരി കടൽ കയറി ആവശ്യമില്ലാത്തതൊന്നും തരാതെ ആവശ്യമുള്ളത് മാത്രം കറക്റ്റായിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ നൽകി പോകുന്നത്. എല്ലാ സബ്ജക്ട്സും കറക്റ്റായിട്ട് നമ്മൾ കവർ ചെയ്യും. വീഡിയോ ക്ലാസ് ആയിട്ടും ആവശ്യമുള്ള എല്ലാ നോട്ട്സും പ്രൊവൈഡ് ചെയ്ത് കംപ്ലീറ്റ് സബ്ജക്ട്സും കവർ ചെയ്യും. അത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ മാത്രം മതി. പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ അത് വെച്ച് പക്കായിട്ട് പഠിച്ചു പോയാൽ മതി. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ PSC LGS എന്ന് മെസ്സേജ് അയക്കാം. കറക്റ്റായിട്ട് ഇത് മേടിച്ചവർ അത് വെച്ച് അങ്ങ് പഠിച്ചു പോയാൽ മതി. ഇനി സ്റ്റഡി മെറ്റീരിയൽ എല്ലാം കയ്യിലുണ്ട്, എങ്ങനെയാണ് പഠിക്കേണ്ട ഒരു രീതി, ഒരു സപ്പോർട്ട് വേണം, ഒരു മെത്തേഡ് പറഞ്ഞു തരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഞാൻ ഈ പറയുന്ന ബാക്കി കാര്യങ്ങളൊന്ന് മുഴുവനായിട്ടൊന്ന് കേട്ട് നോക്കുക. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരും ഈ ഒരു കാര്യങ്ങളൊന്ന് കേട്ട് നോക്കുക. അതനുസരിച്ച് ജോയിൻ ചെയ്യുന്നവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് അതനുസരിച്ച് പഠിക്കുക. അല്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് കറക്റ്റായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, ഇതൊരു 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. 100 ചോദ്യങ്ങളുണ്ടാകും. ആ 100 ചോദ്യങ്ങളിൽ ഒരു 90 മുകളിൽ മാർക്ക് കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യം നിങ്ങൾ ആദ്യമേ തന്നെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക. 90 മുകളിൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഒന്ന് നെറ്റി ചൊളിയുമായിരിക്കും, പിന്നെ ഇതൊക്കെ എപ്പം എങ്ങനെ മേടിക്കാനാണ് പരീക്ഷയ്ക്ക് 90 മാർക്ക് എന്നൊക്കെ. ഈ LGS പരീക്ഷ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ടാണ് PSC നടത്തുന്നത്. മറ്റ് PSC പരീക്ഷകൾ പോലെ അത്രയും പാടൊന്നും ആകത്തില്ല. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഒരു പക്ക ആയിട്ടുള്ള ഒരു സിലബസ് അവർ തന്നിട്ടുണ്ട്. ആ സിലബസിൽ നിന്നുകൊണ്ട് തന്നെ ഈ LGS പരീക്ഷയ്ക്ക് PSC ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഈ സിലബസിലുള്ള ഈ ടോപ്പിക്കിലെ കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ സിലബസ് പക്കായായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. സോ കട്ട് ഓഫ് കൂടാൻ തന്നെയാണ് സാധ്യത. കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടുന്ന മിനിമം മാർക്കാണ്. ഇപ്പോൾ കട്ട് ഓഫ് 70 മാർക്കാണെങ്കിൽ 70 മാർക്കും അതിൽ കൂടുതലുള്ളവരെല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും. പക്ഷെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ജസ്റ്റ് ഉൾപ്പെട്ടാൽ മാത്രം പോരാ. കട്ട് ഓഫ് എത്രയാണോ വരുന്നത് അതിനേക്കാട്ടിലും ഒരു 5-10 മാർക്ക് കൂടുതൽ മേടിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ ഉൾപ്പെടണം. ആദ്യത്തെ 100-ലും അതുപോലെ 50-ലും ഒക്കെ ഉൾപ്പെടണം. 100-ലും പോലെ 200-ലും 300-ലും 400-ലൊക്കെ ആണെങ്കിലും ജോലി കിട്ടും കമ്പനി ബോർഡ് LGS. പക്ഷേ നിങ്ങൾ ആദ്യത്തെ 100-ൽ വരാൻ വേണ്ടി തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം. ആദ്യം നടക്കുന്ന നിയമനങ്ങളിൽ തന്നെ ഒരാൾ ഞാനായിരിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം മനസ്സിനോട് പറഞ്ഞങ്ങ് ഇന്ന് തൊട്ട് അങ്ങ് ഉറപ്പിച്ചോണം. അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ സിലബസ് കറക്റ്റായിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. പൊതുവിജ്ഞാനം, ആനുകാലിക വിഷയങ്ങൾ, പിന്നെ സയൻസ്, പൊതുജനാരോഗ്യം, പിന്നെ മാത്സ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സബ്ജക്ട്സ് മാത്രമുള്ള ഒരു സിലബസാണ് LGS പരീക്ഷയ്ക്ക് വേണ്ടി PSC നൽകിയേക്കുന്നത്. വേണമെങ്കിൽ ടോട്ടൽ സിലബസിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, GKയും അതുപോലെ മാത്സും. അങ്ങനെ ടോട്ടൽ 2ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. കാരണം ഒരു വിഭാഗം എന്ന് പറയുന്നത് മൊത്തം നമുക്ക് ബുള്ളറ്റ് പോയിന്റുകളായിട്ടൊക്കെ പഠിക്കാനുള്ള GK ഭാഗത്തിൽ വരുന്ന പൊതുവിജ്ഞാന ജനറൽ നോളജ് വരുന്ന കാര്യങ്ങളാണ് ഒരു ഭാഗത്തുള്ളത്. പിന്നെ ഒന്ന് മാത്സ് ആണ്. അത്രയും കാര്യങ്ങളെ ഈ LGS പരീക്ഷയ്ക്കുള്ളൂ. അപ്പം നമ്മൾ പഠിക്കേണ്ടത് ഈ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് LGS നിലവാരത്തിൽ, ഇപ്പം ഒരു പൗരൻ്റെ അവകാശങ്ങൾ എന്ന് പറയുന്ന ഭരണഘടനയിലെ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ആ പൗരൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷകളിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. അത് LGS നിലവാരത്തിലുള്ള പരീക്ഷകളിൽ ചോദിച്ചത് മാത്രമല്ല, അല്ലാത്ത പരീക്ഷകളിൽ ചോദിച്ചതും നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു നോർമൽ 10th ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട കണ്ടന്റ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ പഠിക്കണം. 10th ലെവൽ എന്ന് ഉദ്ദേശിച്ചത് ഒരു LDC നിലവാരത്തിലുള്ളത് ആയിട്ടുള്ള പരീക്ഷകൾ തന്നെ, അത്രയും ലെവലുള്ളത് തന്നെ നമ്മൾ പഠിക്കണം. അങ്ങനെ ഓരോ ടോപ്പിക്കും അങ്ങ് കറക്റ്റായിട്ട് GKയിൽ പഠിച്ചു തീർത്താൽ അതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വരത്തുള്ളൂ. അല്ലാതെ പുറത്തുനിന്ന് ഒത്തിരി കാട് കയറി ഡിഗ്രി ലെവലൊന്നും ചോദിക്കുന്ന പോലെയൊന്നും ഇവിടെ ചോദ്യങ്ങൾ വരത്തില്ല. അങ്ങനെ ഓരോ ടോപ്പിക്കും കറക്റ്റായിട്ട് അങ്ങ് പഠിച്ചു പോയാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ ഒരു പൗരൻ്റെ അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് സെറ്റാക്കി മൊത്തം തലയിൽ സെറ്റ് ചെയ്ത് വെച്ചു എന്ന് വിചാരിച്ച് ഇനി എക്സാം വരെ അത് തുറന്ന് നോക്കാതിരിക്കരുത്. ഇന്നൊരു കാര്യം പഠിച്ചാൽ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അതൊന്ന് മറിച്ച് നോക്കണം, 4 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ നോക്കണം, ഇടയ്ക്ക് വീണ്ടും അതൊന്ന് റിവിഷൻ ചെയ്ത് നോക്കി അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിവിഷനിലൂടെ ആ പോയിന്റുകൾ നമ്മുടെ തലയിൽ എപ്പോഴും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തി എക്സാം വരെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ A ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ B ആണ് എന്നുള്ള ഉറപ്പിൽ ചോദ്യം കാണുമ്പോൾ തന്നെ മാർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ചോദ്യം കാണുമ്പം ഒരേ രീതിയിലുള്ള ഓപ്ഷനൊക്കെ ആയിരിക്കും PSC ഇടുന്നത് നിങ്ങളെ കൺഫ്യൂഷൻ അടിപ്പിക്കാൻ. ഇപ്പോൾ വർഷമാണത്തിന് 83, 84, 85 എന്നൊക്കെയുള്ള രീതി അടുപ്പിച്ചുള്ള വർഷങ്ങളൊക്കെ ഇടും. അപ്പോൾ നമുക്ക് തോന്നും ഇതാണോ മറ്റേതാണോ എന്നൊക്കെയുള്ള സംശയം തോന്നും. അങ്ങനെ വരാതെ കറക്റ്റായിട്ട് ഇന്ന ഉത്തരമാണ് എന്ന് മാർക്ക് ചെയ്യണമെങ്കിൽ
റിവിഷൻ കറക്റ്റായിട്ട് ചെയ്തു പോകണം. സോ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പഠനവും പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിവിഷനും. കറക്റ്റായിട്ട് റിവിഷനും ചെയ്തു പോകുക. പഠിച്ച കാര്യങ്ങൾ ഇത് രണ്ടും ചെയ്തു പോയാൽ, കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു പോയാൽ എക്സാം ആകുമ്പം നിങ്ങൾക്ക് ഈ ഒരു സിലബസ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും, എക്സാം ക്രാക്ക് ചെയ്യാനും പറ്റും. പിന്നെ മാത്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള മാത്സ് ഒന്നും അല്ല LGS നിലവാരത്തിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് 20 മാർക്കാണ് കറണ്ട് അഫേഴ്സിന്. നമ്മുടെ കോഴ്സ് മേടിച്ചവർക്ക് അതിൽ തരുന്ന കറണ്ട് അഫേഴ്സ് വെച്ച് പക്കായിട്ട് പഠിച്ചു പോയാൽ മതി, ഫുൾ മാർക്ക് ഉറപ്പാണ്. അങ്ങനെ ഓരോ ടോപ്പിക്കും നമുക്ക് സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിച്ചാൽ തീർക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാത്ത രീതിയിലുള്ള സിമ്പിൾ ടോപ്പിക്കുകളാണ് ഇതിനകത്തുള്ളത്. നമ്മൾ എഫേർട്ട് ഇടുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിനകത്ത് എത്രമാത്രം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഈ ഒരു എക്സാം കിട്ടണമെന്ന്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഞാൻ പല വീഡിയോകളിലും പറയുന്ന പോലെ എന്താണോ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അത് ഈ പ്രപഞ്ചം നമ്മിലേക്ക് എത്തിക്കും. നമുക്ക് ഈ ഒരു ജോലി ആവശ്യമാണ്, എങ്ങനെയെങ്കിലും ഇത് കിട്ടിയേ തീരൂ, അടുത്ത വർഷം 2026 ഡിസംബർ ആകുമ്പം ഇതെനിക്ക് എത്തിച്ചേരണമെന്ന് ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ അത്രയധികം ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ തടസ്സവും മാറി നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യമൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് അത് വന്നോളും. പഠിക്കാൻ സമയവും കാര്യങ്ങളൊക്കെ കിട്ടി എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. ആ ഒരു ആഗ്രഹം അത്രയും സ്ട്രോങ് ആണെങ്കിൽ, അല്ലാതെ ഒരു ആവറേജ് രീതിയിൽ നിങ്ങൾ നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു പവർ കിട്ടത്തില്ല പഠിക്കാൻ. സോ നിങ്ങൾ സ്വയം ഒന്ന് തീരുമാനിക്കുക, എനിക്കിത് വേണോ വേണ്ടെങ്കിൽ നിങ്ങൾ വേറെ നിങ്ങളുടെ ഇഷ്ടമുള്ള എന്താണോ മേഖല അത് തിരഞ്ഞെടുത്ത് പൊക്കോളുക. അല്ല, ഇതെനിക്ക് അൾട്ടിമേറ്റ് ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ സമയം കണ്ടെത്തി എഫേർട്ട് ഇട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും അടുത്ത വർഷം ഇതേ സമയമാകുമ്പം ജോലി കിട്ടും എന്നുള്ള ഒരു ഉറപ്പിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മളാണ് തീരുമാനിക്കുന്നത് നമുക്കിത് വേണോ വേണ്ടയോ എന്നൊക്കെ. അതൊരു സ്പിരിച്വൽ ആയിട്ടുള്ള വേർഡാണെന്ന് വേണമെങ്കിൽ പറയാം, നമ്മളാണ് എല്ലാം തീരുമാനിക്കുന്നത്. പക്ഷേ അതിലൊരു റിയാലിറ്റി ഉണ്ട്. നമ്മൾ എഫേർട്ട് ഇട്ടാൽ, നിങ്ങൾക്ക് തന്നെ ഒന്ന് നിങ്ങളെ ഒന്ന് ആലോചിച്ച് നിങ്ങളുടെ സ്വയം കഴിവൊന്ന് വിലയിരുത്തി നോക്കി, നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ ചിലപ്പോൾ കിട്ടാത്തതായിട്ടൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാവും. അതിൽ ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രത്യേകതയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ആൾക്കാരുണ്ട് അവരെന്തെങ്കിലും ഒരു ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന് പെട്ടെന്നൊന്ന് കുറച്ച് നാളായാലും ഒരു ചിക്കൻ ഫ്രൈ കഴിച്ചിട്ടെന്നൊക്കെ ചുമ്മാ ആഗ്രഹിക്കുമ്പോഴായിരിക്കും വീട്ടിൽ ആരെങ്കിലും ഒരു ചിക്കൻ ഫ്രൈ മേടിച്ചുകൊണ്ട് വരുന്നോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി അത് കഴിക്കുന്നതൊക്കെ. അങ്ങനെയൊക്കെയുള്ള ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടാൻ അല്ലെങ്കിൽ അവരിലേക്ക് എത്താൻ കഴിവുള്ളവർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുള്ള വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. അവരൊക്കെ ഇതുപോലെ ആ ഒരു ആഗ്രഹം ഈ ഒരു പരീക്ഷയിലും അതുപോലെ നമുക്ക് വേണ്ട ജോലിയിലുമൊക്കെ ആ ഒരു ആഗ്രഹം അങ്ങ് ഉറപ്പായിട്ടും അവരിലേക്ക് എത്തിയിരിക്കും. അത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ, നിങ്ങൾക്കത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. സ്വയം നമ്മളെ ഒന്ന് മനസ്സിലാക്കുക, നമുക്കിത് വേണോ ഇല്ലയോ എന്ന്, വേണോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് തീരുമാനമെടുക്കുക. വേണമെന്നാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഇതിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് തൊട്ട് പഠനം ആരംഭിക്കുക. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അതിലൂടെ പ്രൊവൈഡ് ചെയ്യും. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ PSC LGS എന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.